ആൻഡ് സീ ഫുഡ് പ്രോസസ്സിങ്ങിലെ ഒന്നാമത്തെ അധ്യായം നാം ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. രണ്ടാമത്തെ അധ്യായമായ ഫിഷറി മൈക്രോബയോളജിയിലേക്ക് നാം കടക്കുകയാണ്. ഒന്നാമത്തെ അധ്യായത്തിൽ നാം ബാക്ടീരിയയുടെ സ്ട്രക്ചർ, ക്ലാസിഫിക്കേഷൻ ഓഫ് ബാക്ടീരിയ, ഗ്രോത്ത് ഓഫ് ബാക്ടീരിയ എന്നീ ഭാഗങ്ങളാണ് നമ്മൾ ഒന്നാമത്തെ അധ്യായത്തിൽ പഠിച്ചത്. ഫിഷറി മൈക്രോബയോളജി എന്നുള്ള ഈ അധ്യായത്തിൽ നാം പഠിക്കാൻ പോകുന്നത് ഈ വിവിധ തരത്തിലുള്ള ഈ ബാക്ടീരിയകൾ, ഏതൊക്കെ തരത്തിലുള്ള ബാക്ടീരിയകളാണ് നമ്മൾ സീ ഫുഡിൽ സാധാരണയായി കണ്ടുവരുന്നത്, അവ എങ്ങനെയാണ് നമുക്ക് പരിശോധിക്കേണ്ടത്, പരിശോധനാ വിധേയമാക്കേണ്ടത്, ഏതൊക്കെയാണ് നമ്മൾ പരിശോധിക്കുക, എങ്ങനെയാണ് ഡിറ്റക്ട് ചെയ്യുന്നത് അവയൊക്കെ. കൂടാതെ നമുക്കറിയാം, ഈ പരിശോധനകളെല്ലാം നടത്തുന്നത് എല്ലാ സീ ഫുഡ് എക്സ്പോർട്ടിംഗ് ഫാക്ടറികളിലും ഒരു ഇൻ ഹൗസ് ഓർ ഇൻബിൽറ്റ് മൈക്രോബയോളജി ലാബ് ഉള്ളതായിട്ട് നമുക്കറിയാം. ഈ മൈക്രോബയോളജി ലാബിൽ വെച്ചിട്ടാണ് ഈ ബാക്ടീരിയോളജിക്കൽ എക്സാമിനേഷൻസ് നടത്തുന്നത്. നമ്മൾ സീ ഫുഡ് ഫാക്ടറിയിൽ പ്രോസസ്സ് ചെയ്യുന്ന സീ ഫുഡിൻ്റെ സാമ്പിളുകൾ കളക്ട് ചെയ്തിട്ട് പ്രധാനമായും 4 കാര്യങ്ങളാണ് പരിശോധനയ്ക്ക് അഥവാ ഇൻസ്പെക്ഷന് നമ്മൾ വിധേയമാക്കുന്നത്. ആ 4 കാര്യങ്ങൾ: 1. ഫിസിക്കൽ പാരാമീറ്റേഴ്സ് ഓഫ് ദ പ്രോഡക്റ്റ്. 2. ഓർഗനോലിപ്റ്റിക് പാരാമീറ്റേഴ്സ്. 3. കെമിക്കൽ പാരാമീറ്റേഴ്സ്. 4. മൈക്രോബയോളജിക്കൽ പാരാമീറ്റേഴ്സ്. ഇനി എന്താണ് ഈ ഫിസിക്കൽ പാരാമീറ്റേഴ്സ് ഓഫ് ദ പ്രോഡക്റ്റ് എന്ന് നമുക്ക് നോക്കാം. ഫിസിക്കൽ പാരാമീറ്റേഴ്സ് ഓഫ് ദ പ്രോഡക്റ്റിൽ നമ്മൾ പ്രധാനമായും പരിശോധിക്കുന്നത് ടൈപ്പ് ഓഫ് പാക്ക്, അതിൻ്റെ സൈസും ഗ്രേഡും, ക്വാളിറ്റി ഓഫ് പാക്ക്, നെറ്റ് വൈറ്റ് മുതലായ കാര്യങ്ങളാണ് നമ്മൾ പരിശോധിക്കുന്നത്. സാമ്പിളായിട്ട് കളക്ട് ചെയ്തിട്ടുള്ള സീ ഫുഡിൽ നിന്ന്, സീ ഫുഡ് ഫ്രോസൺ ആണെങ്കിൽ അവ മെൽറ്റ് ചെയ്തിട്ടാണ് ഇവയെല്ലാം പരിശോധിക്കുന്നത്. ഇവിടെ നെറ്റ് വെയിറ്റ് കറക്റ്റ് ആയിട്ടാണോ ഉള്ളത്, അതിൻ്റെ സൈസും ഗ്രേഡും ഒക്കെ കൃത്യമാണോ, ക്വാളിറ്റി ഓഫ് പാക്ക് നന്നായിട്ടാണോ ചെയ്തിരിക്കുന്നത്, നല്ല മെറ്റീരിയൽ വെച്ചിട്ടാണോ ചെയ്തിരിക്കുന്നത് മുതലായ കാര്യങ്ങളാണ് ഫിസിക്കൽ പാരാമീറ്റേഴ്സിലെ നമ്മൾ പരിശോധിക്കുന്നത്. രണ്ടാമതായത് ഓർഗനോലെപ്റ്റിക് പാരാമീറ്റേഴ്സ്. ഇതിൽ അപ്പിയറൻസ്, കളർ, ഓർഡർ, ടെക്സ്ചർ ഓഫ് ദ പ്രോഡക്റ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഇത് സെൻസറി ഇവാലുവേഷൻ ടെക്നിക്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഓർഗനോലെപ്റ്റിക് പാരാമീറ്റേഴ്സ് നമ്മൾ അസസ് ചെയ്യുന്നത്. ഇത് 1ാം വർഷത്തിൽ നമ്മളത് പഠിച്ചിട്ടുള്ളൊരു കാര്യമാണ്. മൂന്നാമതായിട്ട് കെമിക്കൽ പാരാമീറ്റേഴ്സ്. കെമിക്കൽ പാരാമീറ്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെവി മെറ്റൽസ്, ആന്റിബയോട്ടിക്സ്, പെസ്റ്റിസൈഡ്സ് മുതലായ, പ്രധാനമായും സെഫലോപോഡ്സ്, ക്രസ്റ്റേഷ്യൻ മുതലായവയിലുള്ള ഇത്രയും ഇതിൻ്റെയൊക്കെ സാന്നിധ്യം, ഹെവി മെറ്റൽസിൻ്റെ സാന്നിധ്യം നമുക്ക് തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്, അത് ഡിറ്റക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിനായിട്ട് നമ്മൾ പുറത്തുള്ള ലബോറട്ടറികൾ, എക്സ്പോർട്ട് ഇൻസ്പെക്ഷൻ കൗൺസിൽ അംഗീകരിച്ചിട്ടുള്ള ചില ലബോറട്ടറികളാണ്. ഫോർ എക്സാമ്പിൾ CIFT കൊച്ചി, അവിടെ ഇത്തരം ഹെവി മെറ്റൽസിൻ്റെയൊക്കെ എക്സാമിനേഷൻസ് നടത്തുന്നുണ്ട്. അതിനായിട്ട് നമ്മൾ കോമ്പോസിറ്റ് സാമ്പിൾ കളക്ട് ചെയ്തിട്ട് ആ ലാബുകളിലേക്ക് അയക്കുകയും അവിടെ നിന്ന് നമുക്ക് അതിൻ്റെ ഒരു റിസൾട്ട് ലഭിക്കുകയും ചെയ്യുന്നു. 4ാമതായിട്ട് മൈക്രോബയോളജിക്കൽ പാരാമീറ്റേഴ്സ്. ഇവിടെ പ്രധാനമായും നമ്മൾ കളക്ട് ചെയ്ത സാമ്പിളിൻ്റെ മൈക്രോബയോളജിക്കൽ ക്വാളിറ്റിയാണ് ചെക്ക് ചെയ്യുന്നത്. ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് സാനിറ്ററി ഓർ ഹൈജീനിക് കണ്ടീഷൻ ഓഫ് ദ പ്രോസസ്സിംഗ് പ്ലാന്റ്. നല്ല വൃത്തിയുള്ള അന്തരീക്ഷത്തിലാണോ, ഹൈജീനിക് ആയിട്ടാണോ ഈ പ്രോസസ്സ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. കൂടാതെ ബാക്ടീരിയൽ ലോഡ് ഓഫ് ദ പ്രോഡക്റ്റ്, എത്രത്തോളം ബാക്ടീരിയകൾ ഇതിനകത്തുണ്ട്, എന്തെല്ലാം തരത്തിലുള്ള ബാക്ടീരിയകൾ ഇതിനകത്ത് കയറിയിട്ടുണ്ട്. 3. പ്രസൻസ് ഓഫ് പാത്തോജനിക് ബാക്ടീരിയ, രോഗകാരികളായിട്ടുള്ള ഏതെങ്കിലും ബാക്ടീരിയകൾ ഇതിൽ കണ്ടാമിനേഷനിലൂടെ, നമ്മുടെ കൈകളിൽ നിന്നോ പുറത്തുനിന്നോ ഏതെങ്കിലും രീതിയിൽ കണ്ടാമിനേഷനിലൂടെ ഈ പ്രോഡക്റ്റിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി നമ്മൾ ഇതിനകത്ത് പരിശോധന വിധേയമാക്കുന്നു. നമ്മൾ പറഞ്ഞു ഓരോ സീ ഫുഡ് ഇതിൻ്റെ ക്വാളിറ്റി അനാലിസിസ്, ഈ 4 മേഖലകളും ഫിസിക്കൽ പാരാമീറ്റേഴ്സ്, ഓർഗനോലെപ്റ്റിക് പാരാമീറ്റേഴ്സ്, കെമിക്കൽ പാരാമീറ്റേഴ്സ്, മൈക്രോബയോളജിക്കൽ പാരാമീറ്റേഴ്സ്, ഈ 4 പാരാമീറ്റേഴ്സും അനലൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ചെക്ക് ചെയ്യുന്നത് സീ ഫുഡിൻ്റെ സാമ്പിൾസ് കളക്ട് ചെയ്തതിന് ശേഷമാണെന്ന് നമ്മൾ സൂചിപ്പിച്ചു. ഈ സാമ്പിൾസ് കളക്ഷൻ, മെത്തേഡ് ഓഫ് കളക്ഷൻ ഓഫ് സാമ്പിളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ മെത്തേഡ്സ് ഓഫ് കളക്ഷനിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ സാമ്പിൾസ് കളക്ട് ചെയ്യുന്നത് സീ ഫുഡിൽ നമ്മൾ ഗ്രേഡ് വൈസ് ആൻഡ് കോഡ് വൈസ് ആണ് നമ്മൾ സീ ഫുഡ് സാമ്പിൾസ് കളക്ട് ചെയ്യുന്നത്. അതായത് ഓരോ ടൈപ്പ് പ്രോഡക്റ്റിൻ്റെയും
പ്രൊഡക്ഷനിൽ കൂടെ ലഭിക്കുന്ന ടോട്ടൽ നമ്പർ ഓഫ് മാസ്റ്റർ കാർട്ടൺസിന് ഒരു ലോട്ടായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഓരോ ടൈപ്പ് പ്രൊഡക്ഷനിലും കിട്ടുന്ന മെറ്റീരിയൽസിൻ്റെ പാക്ക് ചെയ്യുന്ന സീ ഫുഡിനെ ഒരു ലോട്ടായിട്ട് ടോട്ടൽ നമ്പർ ഓഫ് കേസസ് പ്രൊഡ്യൂസ്ഡ് അണ്ടർ ഈച്ച് ടൈപ്പ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് കൺസിഡേർഡ് ആസ് എ ലോട്ട്. ഒരു ലോട്ടായിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഈ ലോട്ടിൽ നിന്നാണ് നമ്മൾ സാമ്പിൾസ് കളക്ട് ചെയ്യുന്നത്. ആ സാമ്പിൾസ് നമ്മൾ സീ ഫുഡ് എക്സ്പോർട്ടിംഗ് കമ്പനിയിൽ നമ്മൾ സാധാരണ ഫോളോ ചെയ്യുന്ന ഒരു സാമ്പിളിംഗ് സ്കെയിലാണ് നമുക്ക് ഇവിടെ കാണിക്കുന്നത്. ഈ സാമ്പിളിംഗ് സ്കെയിലിൽ അതിനകത്ത് 2 കോളംസ് ഉണ്ട്. അതിൽ ഒന്നാം കോളം എ എന്ന് പറയുന്നത് നമ്പർ ഓഫ് കാർട്ടൺസ്, ദാറ്റ് ഈസ് ലോട്ട് സൈസ്, നമ്പർ ഓഫ് കാർട്ടൺസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ഈച്ച് പ്രൊഡക്ഷൻ. ഓരോ പ്രൊഡക്ഷനിലും ഓരോ ടൈപ്പ് ഓഫ് പ്രൊഡക്ഷനിലും പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോട്ടൽ നമ്പർ ഓഫ് കാർട്ടൺസ് ആണ് എ കോളത്തിൽ. ഈ ലോട്ട് സൈസിനനുസരിച്ച് എത്ര കാർട്ടൺ ആണ് സെലക്ട് ചെയ്യേണ്ടത് സാമ്പിൾസ് ആയിട്ടുള്ളതാണ് ബി കോളംസ്. ദാറ്റ് ഈസ് നമ്പർ ഓഫ് കാർട്ടൺസ് ടു ബി സെലക്ടഡ് ആസ് സാമ്പിൾസ് is given in column B. കോളം ബിയിൽ കൊടുത്തിരിക്കുന്നത് നമ്മൾ എത്ര കാർട്ടൺസ് ആണ് ഓരോ ലോട്ടിൽ നിന്നും സെലക്ട് ചെയ്യേണ്ടതെന്നുള്ളതാണ് നമ്മൾ കോളം ബിയിൽ കാണിച്ചിരിക്കുന്നത്. ഈ ഓരോ മാസ്റ്റർ കാർട്ടണിൽ നിന്നും ഓരോ സ്ലാബുകൾ സെലക്ട് ചെയ്തിട്ടാണ് ഓരോ മാസ്റ്റർ കാർട്ടണിൽ നിന്നും ഓരോ സ്ലാബ് സെലക്ട് ചെയ്തിട്ടാണ് നമ്മൾ സാധാരണ ഈ പരിശോധനയ്ക്കായിട്ട് നമ്മൾ ഓരോ ഇൻസ്പെക്ഷനുമായിട്ട് എടുക്കുന്നത്. യൂഷ്വലി ഫ്രോസൺ മെറ്റീരിയൽ ആണെങ്കിൽ ടോട്ടൽ ഓരോ മാസ്റ്റർ കാർട്ടണിലും പാക്ക് ചെയ്തിട്ടുള്ള ടോട്ടൽ നമ്പർ ഓഫ് പീസസിൻ്റെ 20% പരിശോധനയ്ക്കായി എടുക്കുന്നു. അതായത് നമ്മൾ സാമ്പിൾസ് ആയിട്ട് സെലക്ട് ചെയ്യുന്ന മാസ്റ്റർ കാർട്ടണിലെ ടോട്ടൽ നമ്പർ ഓഫ് പീസസിൻ്റെ 20% സബ്ജക്റ്റഡ് ടു എ മിനിമം ഓഫ് 25 പീസസ്. 25 പീസസ് മിനിമം എന്നുള്ള ലെവലിലാണ് നമ്മളത് എടുക്കുന്നത്. 25 പീസസിൽ കുറവാണ് ഓരോ മാസ്റ്റർ കാർട്ടണിലെ എണ്ണമെങ്കിലും നമ്മൾ എല്ലാ പീസസും ആ ഒരു സാമ്പിളായിട്ട് സെലക്ട് ചെയ്യുന്നു. ചില മാസ്റ്റർ കാർട്ടണുകളിൽ മോർ ദാൻ 10 പാക്കറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ 10 പാക്കറ്റ്സിലധികം ഒരു മാസ്റ്റർ കാർട്ടണിൽ നമ്മൾ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്മൾ തീർച്ചയായും ഒരു 10% ഓഫ് ദ ടോട്ടൽ പാക്കറ്റ്സ് ഈസ് ടേക്കൺ ആസ് എ സാമ്പിൾ. അങ്ങനെയാണ് നമ്മൾ സീ ഫുഡിൽ ഫോളോ ചെയ്യുന്ന സാമ്പിളിംഗ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. ഇനി ബാക്ടീരിയോളജിക്കൽ എക്സാമിനേഷനിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഈ കളക്ട് ചെയ്ത ഓരോ സാമ്പിൾസിൻ്റെയും നമ്മൾ കണ്ടു, അതിലെ നമ്മൾ ഫിസിക്കൽ പാരാമീറ്റേഴ്സ് നമ്മൾ ലാബിൽ വെച്ച് ചെക്ക് ചെയ്യുന്നു. ഓർഗനോലെപ്റ്റിക് ഇവാലുവേഷൻസ് നടത്തുന്നു. കെമിക്കൽ പാരാമീറ്റേഴ്സ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്ത് ലാബിൽ ചെയ്യുന്നു. മൈക്രോബയോളജിക്കൽ എക്സാമിനേഷൻ നമ്മൾ നടത്തുന്നത് നമ്മുടെ സീ ഫുഡ് കമ്പനിയിൽ തന്നെയുള്ള സീ ഫുഡ് ഫാക്ടറിയിൽ തന്നെയുള്ള ഇൻബിറ്റ് മൈക്രോബയോളജി ലാബിൽ വെച്ചിട്ടാണ് മൈക്രോബയോളജിക്കൽ എക്സാമിനേഷൻ നടത്തുന്നത്. ഇതിനായിട്ട് നമ്മൾ ഈ സെലക്ട് ചെയ്ത ഓരോ സാമ്പിളിൽ നിന്നും നമ്മൾ 100 ഗ്രാം സാമ്പിൾ സ്കൂപ്പ് ചെയ്തെടുക്കുന്നു. അത് വളരെ ഹൈജീനിക്കായിട്ട് അസെപ്റ്റിക് കണ്ടീഷനിലാണ്. യാതൊരു വിധമായ മൈക്രോ ഓർഗാനിസം കയ്യിൽ നിന്നോ മറ്റ് ചുറ്റുപാടുകളിൽ നിന്നോ വരാത്ത രീതിയിൽ അസെപ്റ്റിക് കണ്ടീഷനിലാണ് നമ്മൾ ഈ 100 ഗ്രാം സാമ്പിൾസ് കളക്ട് ചെയ്ത് ഇത് ലബോറട്ടറിയിൽ ഫർദർ നമുക്ക് ബാക്ടീരിയോളജിക്കൽ എക്സാമിനേഷന് വേണ്ടിയിട്ട് നമ്മൾ അത് സൂക്ഷിച്ചു വെക്കുന്നു. ഇത് നമുക്ക് ബാക്ടീരിയോളജിക്കൽ ലാബിൽ പ്രധാനമായും നമ്മൾ എന്തൊക്കെ ടൈപ്പ് എക്സാമിനേഷനാണ് നടത്തുന്നതെന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാം. പ്രധാനമായും നമ്മൾ ബാക്ടീരിയോളജിക്കൽ ലാബിൽ ടോട്ടൽ പ്ലേറ്റ് കൗണ്ട്, എസ്ചീരിഷ്യ കോളി എക്സാമിനേഷൻ, സ്റ്റഫൈലോകോക്കസ്, സാൽമോണല്ല, വിബ്രിയോ കോളറെ, വിബ്രിയോ പാരാ ഹിമോളിറ്റിക്കസ്, കോളിഫോം കൗണ്ട് മുതലായ ബാക്ടീരിയോളജിക്കൽ എക്സാമിനേഷൻസ് ആണ് നമ്മൾ മൈക്രോബയോളജി ലാബിൽ വെച്ച് നടത്തുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് പഠിക്കാനുള്ളത് TPC കുറിച്ചാണ്. TPC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ പ്ലേറ്റ് കൗണ്ട് എന്നാണ് അതിൻ്റെ ഷോർട്ട് എക്സ്പാൻഡഡ് ഫോം. ടോട്ടൽ പ്ലേറ്റ് കൗണ്ട് ഇത് വേറൊരു രീതി പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ടോട്ടൽ എയറോബിക് കൗണ്ട് എന്ന് പറയാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ്. അത് നമുക്ക് ലഭിക്കുന്നത് ഈ സീ ഫുഡ് സാമ്പിൾസിലുള്ള മൊത്തം എയറോബിക് ബാക്ടീരിയയുടെ ഒരു കൗണ്ടാണ്. ഇറ്റ്സ് ആൻ എസ്റ്റിമേറ്റ് ഓഫ് ടോട്ടൽ എയറോബിക് ബാക്ടീരിയ പ്രസന്റ് ഇൻ എ സീ ഫുഡിൽ അടങ്ങിയിരിക്കുന്ന എയറോബിക് ബാക്ടീരിയയുടെ ഒരു എസ്റ്റിമേറ്റ് ആണ് നമുക്ക് കിട്ടുന്നത്.
ഇതിന്റെ മറ്റൊരു പ്രാധാന്യം എന്ന് പറയുന്നത് ഇറ്റ് ഓൾസോ റിഫ്ലക്ട് ദ ബാക്ടീരിയോളജിക്കൽ ക്വാളിറ്റി ഓഫ് ദ സീ ഫുഡ്. ഒരു സീ ഫുഡിന്റെ ഒരു സാമ്പിളിന്റെ ആ സീ ഫുഡ് നമ്മൾ പ്രോസസ് ചെയ്ത സീ ഫുഡിന്റെ മൊത്തം ഒരു ബാക്ടീരിയോളജിക്കൽ ക്വാളിറ്റി റിഫ്ലക്ട് ചെയ്യുന്ന ഒരു ഒരു പർട്ടിക്കുലർ അനാലിസിസ് ആണ് TPC എന്ന് പറയുന്നത്. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ ഹൈജീനിക് ഓർ സാനിറ്ററി കണ്ടീഷൻ ഇൻ വിച്ച് ദ സീ ഫുഡ് ഹാസ് ബീൻ പ്രോസസ്ഡ്. ആ സീ ഫുഡ് പ്രോസസ് ചെയ്ത കണ്ടീഷൻ എങ്ങനെയായിരുന്നു? ഫാക്ടറിയിൽ ഹൈജീനിക് ആയിരുന്നോ? വളരെ സാനിറ്ററീസ് കണ്ടീഷൻസ് കീപ്പ് ചെയ്തിരുന്നോ? ഇറ്റ് ആൾസോ ഇൻഡിക്കേറ്റ്സ് ദ GMP എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസസ് അഡോപ്റ്റഡ് ഡ്യൂറിങ് പ്രോസസ്സിംഗ്. ആ പ്രോസസ്സിംഗ് സമയത്ത് നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ടുള്ള ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസസിനെയൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു അനാലിസിസ് ആണ്. ദാറ്റ് മീൻസ് ഏത് തരത്തിലാണോ നമ്മൾ ആ സീ ഫുഡ് അവിടെ പ്രോസസ്സ് ചെയ്ത് വൃത്തിയായിട്ടാണോ, നല്ല ക്വാളിറ്റി കൺട്രോൾഡ് കണ്ടീഷനിലാണോ അല്ലയോ എന്നുള്ളൊരു റിഫ്ലക്ഷൻ, ഒരു പ്രഥമ ദൃഷ്ടിയ നമുക്കൊരു തെളിവ് നൽകുന്ന ഒരു എക്സ്പെരിമെൻ്റ് ആണ് TPCയുടെ എണ്ണത്തിനനുസരിച്ച് നമുക്കൊരു നിഗമനത്തിലെത്താം. ഇത് നല്ല ഒരു സ്റ്റാൻഡേർഡ് സീ ഫുഡ് ആണോ അല്ലയോ എന്നുള്ളൊരു ഫസ്റ്റ് ഹാൻഡ് നോളേജ് നമുക്ക് കിട്ടുന്നത് TPCയിലൂടെയാണ്. ഇത് TPC നമുക്ക് ലാബിൽ ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ടെക്നിക്സ് ആണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നതിന്. നമുക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂട്രിയൻ്റ് അഗാറ് വേണം. അതായത് ബാക്ടീരിയ വളർത്താനുള്ള ഒരു ഗ്രോയിങ് മീഡിയം ന്യൂട്രിയൻ്റ് അഗാറ് വേണം. പിന്നെ അത് ഇൻക്യുബേറ്റർ, അതായത് ബാക്ടീരിയയെ കൾച്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കണ്ടീഷൻസ് ക്രിയേറ്റ് ചെയ്യണം. നമ്മൾ പറഞ്ഞു ഓപ്റ്റിമം കണ്ടീഷൻസ് ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ടുള്ള ഗ്രോത്ത് അറിയാൻ പറ്റുള്ളൂ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചാണ്. അപ്പോൾ ഒരു ഇൻക്യുബേറ്റർ വേണം. പിന്നെ ഇതിന് ഫോസ്ഫേറ്റ് ബഫർ സൊല്യൂഷൻ, ഇതിൻ്റെ എക്സ്പെരിമെൻറ്റിന് ഫോസ്ഫേറ്റ് ബഫർ വേണം. പിന്നെ മറ്റ് പെട്രി ഡിഷസ്, പിപ്പറ്റ്സ് മുതലായ ചെറിയ ലബോറട്ടറി സാധന സാമഗ്രികൾ നമുക്ക് ഇതിനോടൊപ്പം തന്നെ വേണം. ഇതിൻ്റെ എക്സ്പെരിമെൻറ്റിൽ നമുക്ക് തുടങ്ങുന്നതിന് മുമ്പ് ഈ ഒരു TPC എസ്റ്റിമേഷൻ തുടങ്ങുന്നതിന് മുമ്പ്, ടോട്ടൽ പ്ലേറ്റ് കൗണ്ട് എസ്റ്റിമേഷൻ തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് അത്യാവശ്യം വേണ്ട ഒരു സാധനമാണ് നമ്മുടെ വർക്കിംഗ് ബഫർ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത്. ഫോസ്ഫേറ്റ് ബഫറാണ് നമ്മൾ സാധാരണ വർക്കിംഗ് ബഫറായിട്ട് നമ്മൾ എടുക്കുന്നത്. ഇതിനായിട്ട് നമ്മൾ 34 grams പൊട്ടാസ്യം ഡൈഹൈഡ്രജൻ ഫോസ്ഫേറ്റ് 500 ml ഡിസ്റ്റിൽഡ് വാട്ടറിൽ മിക്സ് ചെയ്തിട്ട് അതിൻ്റെ pH ഏകദേശം ഒരു 7.2 ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. സോഡിയം ഹൈഡ്രോക്സൈഡ് ഉപയോഗിച്ചിട്ടാണ് pH ഏകദേശം 7.2 എന്നുള്ള ഒരു രീതിയിലേക്ക് ആക്കിയെടുക്കുന്നത്. ഈ ഒരു സൊല്യൂഷനെ നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിൽ 1000 ml ആയിട്ട് മെയ്ഡപ്പ് ചെയ്തെടുക്കുകയും അത് നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യുന്നു. സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓട്ടോക്ലാവ് ആണ് ഉപയോഗിക്കുന്നത്. ഓട്ടോക്ലാവിൽ വെച്ചിട്ട് നമ്മൾ ഇതിനെ 15 lbs പ്രഷറിൽ 15 minutes ഏകദേശം 121 degree Celsius ടെമ്പറേച്ചർ ഉണ്ട്. ആ ഒരു സെൽഷ്യസിൽ അതിനെ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്തെടുക്കുന്നു. ഇതിന് ശേഷം ഇതിൽ നിന്ന് ഈ ഒരു സ്റ്റോക്ക് ബഫറിൽ നിന്നും നമ്മൾ ഏകദേശം 1.25 ml പിപ്പറ്റ് ചെയ്ത് ഒരു സ്റ്റാൻഡേർഡ് ഫ്ലാസ്ക് 1000 ml സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിലേക്ക് മാറ്റുകയും അതിനെ നമ്മൾ 1000 ml ആയിട്ട് മെയ്ഡപ്പ് ചെയ്യുകയും ചെയ്യുന്നു. ഈ 1000 ml ബഫർ സൊല്യൂഷനിൽ നിന്ന് ഒരു 90 ml ഒരു കോണിക്കൽ ഫ്ലാസ്ക്, ക്ലീൻ ആയിട്ടുള്ള ഒരു കോണിക് ഫ്ലാസ്കിലേക്ക് മാറ്റുന്നു. 9 ml വീതം കുറച്ച് ടെസ്റ്റ് ട്യൂബുകളിലേക്കും നമ്മൾ മാറ്റും. 9 ml വീതമുള്ള ടെസ്റ്റ് ട്യൂബുകളിലേക്കും നമ്മൾ ഇത് ചെയ്യുന്നു. നമ്മുടെ TPC ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആദ്യം വേണ്ട ഒരു സംവിധാനമാണ് ഫോസ്ഫേറ്റ് ബഫർ എന്ന് പറഞ്ഞുള്ളത്. അത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു സൊല്യൂഷനാണ്. അത് ഇനി വരുന്ന എക്സ്പെരിമെൻറ്റ് പറയുന്നത് മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെ 90 ml കോണിക്കൽ ഫ്ലാസ്കിലേക്കും 9 ml വീതമുള്ള ടെസ്റ്റ് ട്യൂബുകളിലേക്കും നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു? ഫോസ്ഫേറ്റ് ബഫർ മാറ്റി സ്റ്റെറിലൈസ് ചെയ്ത് വച്ചിരിക്കുന്നു. ഇതിനെയാണ് വർക്കിംഗ് ബഫർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ടോട്ടൽ പ്ലേറ്റ് കൗണ്ട് ചെയ്യുന്നത്? വളരെ സിമ്പിളായിട്ട് പഠിക്കാവുന്ന ഒരു എക്സ്പെരിമെൻ്റ് ആണ് ഇത്. ടോട്ടൽ പ്ലേറ്റ് കൗണ്ട് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു ബാക്ടീരിയോളജിക്കൽ എക്സാമിനേഷനും മറ്റ് ഫിസിക്കൽ പാരാമീറ്റേഴ്സ്, കെമിക്കൽ പാരാമീറ്റേഴ്സും ഓർഗനോമെട്രിക് പാരാമീറ്റേഴ്സും ഒക്കെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് സാമ്പിൾസ്, സീ ഫുഡ് സാമ്പിൾസ് കളക്ട് ചെയ്യുന്നു. സാമ്പിളിംഗ് സ്കെയിൽ കണ്ടു, അതിനനുസരിച്ച് സീ ഫുഡ് സാമ്പിൾ എടുക്കുന്നു. അതിൽ നിന്ന് ബാക്ടീരിയോളജിക്കൽ എക്സാമിനേഷന് വേണ്ടി സാമ്പിൾസ് എടുക്കുന്നു. ഈ ബാക്ടീരിയോളജിക്കൽ എക്സാമിനേഷന് വേണ്ടിയിട്ട് നമ്മളെടുത്ത സാമ്പിളിൽ നിന്ന് വളരെ ഹൈജീനിക്കായിട്ട് അസെപ്റ്റിക് കണ്ടീഷനിൽ ഒരു 10 gram എടുത്തു. നമ്മളതൊരു
മോർട്ടാറിലേക്ക് മാറ്റുന്നു. മോർട്ടാർ ആൻഡ് പിസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഹോമോജനൈസ് ചെയ്യുന്ന വേണ്ടിയിട്ട് ലാബുകളിൽ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്. അരച്ച് ഇതാക്കുന്നതിന് വേണ്ടി, ഹോമോജനൈസ് ചെയ്യുന്നത് അരച്ച് മിക്സ് ആക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ 10 ഗ്രാം സാമ്പിൾസ്, സീഫുഡ് സാമ്പിൾസ് 10 ഗ്രാം എടുത്ത് നമ്മൾ നേരത്തെ തയ്യാറാക്കി കോണിക്കൽ ഫ്ലാസ്കിൽ വെച്ചിരുന്ന 90 ml വർക്കിംഗ് ബഫറുമായിട്ട് മിക്സ് ചെയ്ത് ഹോമോജനൈസ് ചെയ്ത് മോർട്ടാറിൽ വെച്ചിട്ട് ഹോമോജനൈസ് ചെയ്തെടുക്കും. നന്നായിട്ട് അരച്ച് മിക്സ് ചെയ്യും. ഇച്ച് ആൻഡ് എവരി പാർട്ട് ആ ബഫറുമായിട്ട് സൊല്യൂഷനുമായിട്ട് ഒരു സൊല്യൂഷനായിട്ട് ഹോമോജനൈസ് ചെയ്തെടുക്കുന്നു. ഈ ഒരു മിക്സിന് നമ്മൾ പറയുന്നതാണ് 10⁻⁻1 ഡയലൂഷൻ എന്ന് പറയുന്നു. ഈ ഒരു സൊല്യൂഷന് നമ്മൾ ഒരു പേരുണ്ട്. എന്താണ് ഈ ഒരു ഡയലൂഷന് പറയുന്നതാണ് 10⁻⁻1 ഡയലൂഷൻ എന്ന് പറയുന്നത്. നമ്മൾ വർക്കിംഗ് ബഫർ ഉണ്ടാക്കിയപ്പോൾ ഒരു കാര്യം പറഞ്ഞു. നമ്മൾ ടെസ്റ്റ് 9 ml വീതമുള്ള ടെസ്റ്റ് ട്യൂബുകളിലേക്കും നമ്മൾ വർക്കിംഗ് ബഫർ എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് അത്തരത്തിൽ സെറ്റ് ചെയ്തിട്ടുള്ള ടെസ്റ്റ് ട്യൂബുകളാണ്. ഇതിനകത്തെല്ലാം 9 ml വർക്കിംഗ് ബഫർ ഉണ്ട്. ഫോസ്ഫേറ്റ് ബഫർ നിറച്ചിട്ടുള്ള ടെസ്റ്റ് ട്യൂബുകളാണ് ഇവയെല്ലാം. 9 ml വീതം, 9 ml ഇതിനകത്ത് എഴുതി കാണിച്ചിട്ടില്ല. 9 ml ബഫർ, ഇതിൽ ഓരോത്തിലും 9 ml വീതം ബഫർ ഉണ്ട്. 9 ml വീതം ബഫർ ഇതിനകത്ത് ഉണ്ട് ഓൾറെഡി. നമ്മളിലേക്ക് ചെയ്യാൻ പോകുന്നത് ഈ 10⁻⁻1 ഡയലൂഷൻ ആയിരിക്കുന്ന മോർട്ടാറിൽ 10 ഗ്രാം ഫുഡ് സാമ്പിളും 90 ml ബഫർ സൊല്യൂഷനും കൂടെ മിക്സ് ചെയ്ത് ഹോമോജനൈസ് ചെയ്തുള്ള ആ ഒരു സൊല്യൂഷനാണ്, ആ കോമ്പോസിഷനാണ് 10⁻⁻1 ഡയലൂഷൻ എന്ന് പറയുന്നത്. അതിനകത്തു നിന്ന് ഒരു 1 ml പിപ്പറ്റ് ചെയ്ത് ഈ ടെസ്റ്റ് ട്യൂബിൽ, ആദ്യത്തെ ടെസ്റ്റ് ട്യൂബിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നു. ഫസ്റ്റ് ടെസ്റ്റ് ട്യൂബ് എന്ന് പറയാം 1, 2, 3. ആദ്യത്തെ ടെസ്റ്റ് ട്യൂബിലേക്ക് നമ്മൾ 1 ml ഒഴിക്കുന്നു. അപ്പോൾ ഇതിനകത്ത് ഡയലൂഷന് നമ്മൾ പറയുന്ന പേരാണ് 10⁻⁻2 ഡയലൂഷൻ. ഇവിടുത്തെ ഡയലൂഷൻ എത്രയാണ്? 10⁻⁻2 ഡയലൂഷൻ എന്ന് പറയുന്നത്. ഈ 10⁻⁻2 ഡയലൂഷനിൽ നിന്ന് 1 ml നമ്മൾ എടുത്തു. ഇതാണ് ആരോ മാർക്ക്. ഇതിനകത്ത് നിന്ന് 1 ml നമ്മൾ ഇങ്ങോട്ട് എടുത്ത് ഈ ടെസ്റ്റ് ട്യൂബിലേക്ക് ഒഴിക്കുന്നു. ഇവിടെ 9 ml ബഫർ ഉണ്ട്, അതിലേക്ക് ഈ 1 ml ഇത് ഒഴിക്കുന്നു. അതിന് പറയുന്ന ഡയലൂഷനാണ് 10⁻⁻3 ഡയലൂഷനായി. അപ്പൊ 10⁻⁻2 ഡയലൂഷനിലുള്ള ഫോസ്ഫേറ്റ് ബഫറും സാമ്പിളും മിക്സും ഒക്കെ ആയിട്ടുള്ള ഒരു ഡയലൂഷനിൽ നിന്ന് 1 ml ഇതിനകത്ത് 10⁻3 ഡയലൂഷൻ ആയിരിക്കുന്നു. ഇതിനകത്ത് നിന്ന് 1 ml നമ്മളെടുത്ത് അടുത്ത ടെസ്റ്റ് ട്യൂബ്, മൂന്നാമത്തെ ടെസ്റ്റ് ട്യൂബിലേക്ക് ഒഴിക്കുന്നു. അവിടെ 9 ml ബഫർ ഉണ്ട്, അതിലേക്ക് ഒഴിക്കുന്നു. അവിടെ 10⁻⁻4 ഡയലൂഷനായി മാറി. ഇത് സീരിയൽ ഡയലൂഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. സീരിയൽ ആയിട്ട് ഡയലൂട്ട് ചെയ്തെടുക്കണം. ഇവിടെ എല്ലാം ഇപ്പൊ എല്ലാ ടെസ്റ്റ് ട്യൂബുകളിലും 3 ടെസ്റ്റ് ട്യൂബുകളിലും എന്താണ് നമ്മൾ കളക്ട് ചെയ്ത TPC ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കളക്ട് ചെയ്ത സാമ്പിൾ ഉണ്ട്. ഫുഡ് സാമ്പിൾ എല്ലാ ടെസ്റ്റ് ട്യൂബിലും അതിനകത്തുണ്ട്. ഒപ്പം അതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള ബാക്ടീരിയസ് ഉണ്ടെങ്കിൽ ആ ബാക്ടീരിയയും അതിനകത്തുണ്ടെന്നുള്ള മനസ്സിലാക്കണം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഓരോ ഡയലൂഷനിൽ നിന്നും 10⁻⁻2 ഡയലൂഷൻ, 10⁻⁻3 ഡയലൂഷൻ, 10⁻⁻4 ഡയലൂഷൻ എന്നീ ഡയലൂഷനുകളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? അടുത്ത ബാക്ടീരിയോളജിക്കൽ ഇവാലുവേഷൻ നമ്മൾ ആരംഭിക്കുകയാണ്. വളർത്താൻ പോകണം, ബാക്ടീരിയ കൾച്ചർ ചെയ്യണം. കൾച്ചർ ചെയ്യാനുള്ള ആരംഭമാണ്, മനസ്സിലാക്കുക. 10⁻⁻2 ഡയലൂഷൻ എന്നത് ഓരോ ഡയലൂഷന് വേണ്ടിയിട്ട് ഓരോ സെപ്പറേറ്റ് പെട്രി ഡിഷസ് എന്ന് പറയും. ഇതിനെ പെട്രി ഡിഷസ് എന്ന് പറയും. ബാക്ടീരിയോളജിക്കൽ അനാലിസിസിന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണ കൾച്ചറിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഗ്ലാസ്, ഒരു ലിഡോട് കൂടിയിട്ടുള്ളൊരു ഒരു ലബോറട്ടറി ഉപയോഗിക്കുന്ന ഒരു വെസലാണ്, ഗ്ലാസ് വെസലാണ് പെട്രി ഡിഷ്. ഒരു അടപ്പുണ്ടാവും ഇതിന്. ഇതിനകത്തോട്ട് 1 ml എടുക്കുന്നു. ഇതിൽ ഓരോ ഡയലൂഷനിൽ നിന്ന് 1 ml ട്രാൻസ്ഫർ ചെയ്യുന്നു. 1 ml ട്രാൻസ്ഫർ ചെയ്ത് ഓരോ ഇതിലേക്കും നമ്മൾ മാറ്റുന്നു. അപ്പൊ ഈ പെട്രി ഡിഷിലെല്ലാം ഓരോന്നിലും ഇതിന്റെ ഡയലൂഷൻ മാർക്ക് ചെയ്ത് വെച്ചിരിക്കണം. അതായത് ഇത് 10⁻⁻2 ഡയലൂഷൻ, ഇത് 10⁻⁻3 ഡയലൂഷൻ, ഇത് 10⁻⁻4 ഡയലൂഷൻ എന്നുള്ള രീതിയിൽ ഓരോ പെട്രി ഡിഷിലും നമ്മൾ ഇത് മാർക്കറും കൊണ്ട് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കണം. എന്നാലും നമുക്ക് തിരിച്ച് ഫർദർ എക്സ്പെരിമെന്റ്സിൽ അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല, ഏത് ഡയലൂഷനിലുള്ളതാണെന്നുള്ള മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പിന്നെ 1 ml ഓരോന്നിലും ട്രാൻസ്ഫർ ചെയ്ത് വെച്ചു. അപ്പോൾ പെട്രി ഡിഷിലേക്ക് വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ ന്യൂട്രിയൻ്റ് അഗാർ ഒഴിക്കുന്നു.
ന്യൂട്രിയൻ്റ് അഗാർ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഓരോ പെറ്റ് ഡിഷിലേക്കും നമ്മൾ ന്യൂട്രിയൻ്റ് അഗാർ ഒഴിക്കുന്നു. ന്യൂട്രിയൻ്റ് അഗാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബാക്ടീരിയ കൾച്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് ന്യൂട്രിയൻ്റ് നമ്മൾ നേരത്തെ കഴിഞ്ഞപ്പോൾ ഗ്രോത്ത് ആൻഡ് ബാക്ടീരിയ വളരണമെന്നുണ്ടെങ്കിൽ ഓപ്റ്റിമം കണ്ടീഷൻ കൊടുക്കണമെങ്കിൽ ന്യൂട്രിയൻ റിച്ച് ഫീഡിങ് കൊടുക്കണം. അതിൽ ബാക്ടീരിയക്ക് വളരാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കുന്നതിനുള്ള ന്യൂട്രിയൻസ് ആണ് നമ്മളിവിടെ കൊടുക്കുന്നത്. അത് ന്യൂട്രിയൻ്റ് അഗാർ എന്ന് പറയുന്നു. ഈ ന്യൂട്രിയൻ്റ് അഗാർ ലബോറട്ടറി പ്രിപ്പയർ ചെയ്തിട്ടുള്ള ന്യൂട്രിയൻ്റ് അഗാർ ഏകദേശം 10 to 15 ml 10 മുതൽ 15 വരെ ml ഓരോ പെറ്റ് ഡിഷിലേക്കും ഇതിനോടൊപ്പം മിക്സ് ചെയ്ത് രണ്ടും മിക്സ് ചെയ്ത്, അതായത് 1 ml സാമ്പിൾസ് ഇവിടെ നിന്ന് എടുത്തിട്ടുള്ള സൊല്യൂഷനും ഈ ന്യൂട്രിയൻ്റ് അഗാറും കൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുന്നു. ഞാൻ ലെറ്റ് ദം സോളിഡിഫൈ ഇത് രണ്ടും കൂടെ ഏകദേശം ഒന്ന് സോളിഡിഫൈഡ് ആകുന്നു. ഇതെല്ലാം കൂടെ കോമ്പിനേഷൻ എല്ലാം കൂടെ ഫുഡ് സാമ്പിൾസിൻ്റെ ഡൈലൂഷനിൽ നിന്ന് വന്ന ഓരോ ml സൊല്യൂഷനും എല്ലാം കൂടെ മിക്സ്ഡ് ആയിട്ട് സോളിഡിഫൈ ചെയ്താകുന്നു. അപ്പോൾ ഈ പ്ലേറ്റുകൾ, ഈ പെറ്റ് ഡിഷസ്, ഓരോ ഡൈലൂഷനിൽ നിന്നുള്ള പെറ്റ് ഡിഷസ് നമ്മൾ നെക്സ്റ്റ് എവിടെ കൊണ്ടുവെക്കുന്നു? ബാക്ടീരിയയ്ക്ക് വളരാനുള്ള സാഹചര്യം വേണ്ടേ? ന്യൂട്രിയൻറ്റ് മാത്രം കൊടുത്താൽ മതിയോ? പോരാ. നമുക്ക് ഓപ്റ്റിമം ബാക്ടീരിയയുടെ ശരിയായ ഒരു വളർച്ച നമുക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓപ്റ്റിമം കണ്ടീഷൻസ് കൊടുക്കണം, അല്ലേ? എറോബിക് ബാക്ടീരിയയുടെയാണ് നമ്മളിവിടെ കൗണ്ടാണ് അറിയാൻ പോകുന്നത്. അപ്പോൾ ഒരു ഇൻക്യുബേറ്ററിൻ്റെ സഹായമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഇൻക്യുബേറ്റർ ആവശ്യമാണെന്ന് പറഞ്ഞു. ബാക്ടീരിയ കൾച്ചറിന് വേണ്ടിയിട്ട് ലബോറട്ടറികളിൽ ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെൻ്റാണ് ഇൻക്യുബേറ്റർ. ആ ഇൻക്യുബേറ്ററിലേക്ക് മാറ്റും. അവിടെ ടെമ്പറേച്ചറും ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും എല്ലാം അണ്ടർ കൺട്രോൾഡ് കണ്ടീഷനാണ്. അവിടെ താപനില 37 ± 1 ഡിഗ്രി സെൽഷ്യസിൽ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നു. ദാറ്റ്സ് ഓപ്റ്റിമൽ ടെമ്പറേച്ചർ ഫോർ ദിസ് ബാക്ടീരിയൽ ഗ്രോത്ത് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുന്നു. അവിടെ 48 hours ഇത് കൾച്ചർ ചെയ്യുന്നു. ഈ ബാക്ടീരിയ കൾച്ചർ വളരാൻ വേണ്ടിയിട്ട് 48 hours ബാക്ടീരിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വളർന്നു വരാൻ വേണ്ടിയിട്ട് 48 മണിക്കൂർ സമയം നമ്മൾ അവിടെ നൽകുന്നു. ഈ 48 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ ഇൻക്യുബേറ്റർ പരിശോധിക്കുമ്പോൾ ഓരോ പ്ലേറ്റ്സും എടുത്ത് പരിശോധിക്കുമ്പോൾ അവിടെ ബാക്ടീരിയ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്ത് കാണാം? ബാക്ടീരിയയുടെ കോളനികൾ കാണാം. കോളനീസ് എന്ന് പറയാം. ബാക്ടീരിയ കോളനീസ് എന്ന് പറയാം. എന്താ? ഓരോ ബാക്ടീരിയയും അവിടെ നിന്ന് ഓരോ സ്പോട്ടിലും പെറ്റ് പെരുകി ഓരോ കോളനി ഫോമിംഗ് ആണിത്. ബാക്ടീരിയയുടെ ഒരു പ്രത്യേകതയാണ് കോളനി ഫോമിംഗ് ആണ്. ഇതിൻ്റെ ഒരു കോളനി ആയിട്ടാണ് വളരുന്നത്. ഒറ്റയ്ക്കൊറ്റയ്ക്കല്ല, ഇത് ഇത് ഡിവൈഡ് ചെയ്ത് ഒരു വലിയൊരു കോളനിയായി മാറുന്നു. അപ്പം ഒരുപാട് കോളനികൾ നമുക്ക് കാണാം. ബാക്ടീരിയ അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോളനീസ് നമുക്ക് അവിടെ കാണാം. അപ്പോൾ ബാക്ടീരിയ വളർന്ന് കോളനിയൊക്കെ ഫോം ചെയ്ത് ആ പെറ്റ് ഡിഷസ്, ഗ്ലാസ് പെറ്റ് ഡിഷസ് നമുക്ക് നോക്കുമ്പോൾ കാണാം ഓരോ കോളനീസ് ഫോം ചെയ്തിട്ടുള്ളത് കാണാം. അടുത്തത് നമ്മൾ ഈ എങ്ങനെയാണ് TPC എന്നത്, ടോട്ടൽ പ്ലേറ്റ് കൗണ്ട് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? നമുക്കിപ്പോൾ കണ്ടു ബാക്ടീരിയ വളർന്നു വന്നു, അത് കോളനിയായിട്ട് നമ്മൾ കണ്ടു. ഓരോന്നിലും നമുക്ക് കോളനികൾ എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റുന്ന രീതിയിലുണ്ട്. അപ്പോൾ എന്തായാലും അതിനകത്തൊരു ക്രൈറ്റീരിയ ഉണ്ട്. നമുക്ക് TPCക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്ലേറ്റുകൾ എടുക്കുമ്പോൾ ഇപ്പം ഓവർ ക്രൗഡഡ് ആയിട്ടുള്ള പ്ലേറ്റുകൾ ഒഴിവാക്കണം. എന്ന് വെച്ചാൽ ചില പ്ലേറ്റുകളിൽ ഓവർ ക്രൗഡഡ് ആയിട്ട് നമുക്ക് എണ്ണാനൊന്നും പറ്റില്ല, കോളനിയൊന്നും എണ്ണാൻ പറ്റാത്ത രീതിയിൽ ഓവർ ക്രൗഡഡ് ആയിട്ട് ഇതുണ്ടാകും. ബാക്ടീരിയയുടെ ഗ്രോത്തും കോളനീസ് ഉണ്ടാകും. അപ്പോൾ അതൊക്കെ നമ്മൾ ഒഴിവാക്കിയതിനു ശേഷം 30 മുതൽ 300 കോളനി വരെയുള്ള 30 മുതൽ 300 കോളനീസ് വരെയുള്ള പെറ്റ് ഡിഷസ് സെലക്ട് ചെയ്താൽ മതി. നമ്മൾ സെലക്ട് ചെയ്തിട്ട് അതാണ് നമ്മൾ TPC കാൽക്കുലേഷന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കുന്നത്. അപ്പം TPC കാൽക്കുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിച്ചാണ് TPC കാൽക്കുലേറ്റ് ചെയ്യുന്നത്. TPC is equal to total plate count per gram of sample is equal to എന്താണ്, നമ്പർ ഓഫ് കോളനീസ്. അതായത് നമ്മൾ ഈ പെറ്റ് ഡിഷസിൽ എണ്ണി തിട്ടപ്പെടുത്തിയിരിക്കുന്ന നമ്പർ ഓഫ് കോളനീസ് ഇൻടു ദ ഡയലൂഷൻ. നമുക്കറിയാം ഓരോ പെറ്റ് ഡിഷസും എന്ത് ഡയലൂഷനിലാണ്, 10⁻² ആണോ, -3 ആണോ, -4 ഡയലൂഷനിലെ ആണോ എന്നുള്ള നമ്മൾ പെറ്റ് ഡിഷിൽ തന്നെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഡയലൂഷൻ ഡിവൈഡ് ബൈ വെയിറ്റ് ഓഫ് സാമ്പിൾ. ഇപ്പോൾ TPC per gram of sample is equal to എന്താണ്, number of colonies into particular dilution divided by weight of sample. അതാണ് ടോട്ടൽ പ്ലേറ്റ് കൗണ്ട്. അതാണ് നമുക്ക് ടോട്ടൽ പ്ലേറ്റ് കൗണ്ടിൻ്റെ ഇത് കിട്ടുന്നത്. അപ്പോൾ ഈ ടോട്ടൽ പ്ലേറ്റ് കൗണ്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്നും നമുക്ക് നന്നായിട്ട് വ്യക്തമായിട്ട് മനസ്സിലാവും. സിമ്പിൾ ആയിട്ടുള്ളൊരു ടെക്നിക്സ് ആണ്.
അപ്പം എന്തെങ്കിലും സംശയമുള്ളവർ ഒന്നുകൂടെ റിപ്പീറ്റഡ് ആയിട്ട് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് മനസ്സിലാകും. ഇനി TPCയോടൊപ്പം നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കുറേ ബാക്ടീരിയോളജിക്കൽ എക്സാമിനേഷൻസ് ഉണ്ട്. അതും സീ ഫുഡ് എക്സ്പോർട്ടിംഗ് ഫാക്ടറികളിലെ ലബോറട്ടറികളിൽ ചെയ്യുന്ന എക്സ്പെരിമെൻറ്റുകളാണ്. ആ എക്സ്പെരിമെൻറ്റുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ഡിറ്റക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്ടീരിയോളജിക്കൽ ഡിറ്റക്ഷൻ ചെയ്യുന്നതിന് വേണ്ടി, അതായത് എസ്ചെറിഷ്യ കോളി, സ്റ്റഫൈലോകോക്കസ്, സാൽമണല്ല, വിബ്രിയോ കോളറി, വിബ്രിയോ പാരാഹിമോളിഡിഗസ്, കോളിഫോം കംസ്, ഇതെല്ലാം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ലബോറട്ടറികളിൽ ഉപയോഗിക്കുന്ന സെലക്റ്റീവ് എൻറിച്ച്മെൻറ്റ് മീഡിയം എന്ന് പറയും. അതായത് അവയെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പർട്ടിക്കുലറായിട്ട് ഓരോ ടൈപ്പ് ബാക്ടീരിയ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ മീഡിയാസ് ഉപയോഗിക്കുന്നുണ്ട്. അത് ആ മീഡിയസിൻ്റെ ഒരു ടേബിളാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിനകത്ത് പിന്നെ ഓരോന്ന് ബാക്ടീരിയോളജിക്കൽ അനാലിസിസിൽ എന്താണ് ടോട്ടൽ പ്ലേറ്റ് കൗണ്ട്, അതിൻ്റെ ടോട്ടൽ പ്ലേറ്റ് കൗണ്ടിന് നമ്മളിപ്പോൾ ഓൾറെഡി കണ്ടു മീഡിയ എന്താണ് ഉപയോഗിക്കുന്നത്, ബഫറും ന്യൂട്രിയൻ്റ് അഗാർ ഉപയോഗിച്ചു. സ്റ്റഫൈലോകോക്കസ് ഡിറ്റക്ഷന് വേണ്ടിയിട്ട് വെയ്റ്റ് പാർക്കർ അഗാർ എന്നുള്ള മീഡിയമാണ് ഉപയോഗിക്കുന്നത്. എസ്ചെറിഷ്യ കോളി അഥവാ ഈ കോളി എന്ന ബാക്ടീരിയ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്, അതിനെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മീഡിയം എന്ന് പറഞ്ഞാൽ ടെർഗിറ്റോൾ 7 അഗാർ ആണ്. വിബ്രിയോ കോളറി ചെയ്യാൻ വേണ്ടിയിട്ട് ആൽക്കലൈൻ പെപ്റ്റോൺ വാട്ടർ ആൻഡ് തയോസൾഫേറ്റ് സിട്രേറ്റ് ബൈൽ സാൾട്ട് സുക്രൂസ് അഗാർ എന്നിവയാണ് ഉപയോഗിക്കുന്നത്. വിബ്രിയോ പാരാഹിമോളിറ്റിക്കസ് ചെയ്യാനായി പെപ്റ്റോൺ വാട്ടർ TCBS അഗാർ. സാൽമണല്ല ചെയ്യാനായിട്ട് ലാക്ടോസ് ബ്രോത്ത് BSA, അതായത് ബിസ്മസ് സൾഫേറ്റ് അഗാർ. XLDA സൈലോസ് ലൈസിൻ ഡെക്ട്രോസ് അഗാർ. കോളിഫോം ബാക്ടീരിയ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് മൈക്കോണ്ടിസ് ബ്രോത്ത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഇത്രയുമാണ് നമുക്ക് ബാക്ടീരിയോളജിക്കൽ എക്സാമിനേഷനുമായിട്ട് ബന്ധപ്പെട്ട്, സീ ഫുഡിലെ ബാക്ടീരിയോളജിക്കൽ എക്സാമിനേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് ലബോറട്ടറി എക്യുപ്മെൻറ്റ്സിനെ കുറിച്ചാണ്. ബാക്ടീരിയോളജിക്കൽ ലാബിലെ നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് എക്യുപ്മെൻറ്റ്സിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇത് പ്രധാനമായും 3 എക്യുപ്മെൻറ്റ്സാണ് നമ്മളിപ്പോൾ ഇവിടെ പഠിക്കുന്നത്. ഓട്ടോക്ലേവ്, ഹോട്ട് എയർ ഓവൻ, ഇൻക്യുബേറ്റർ. ഇതിൽ ഓട്ടോക്ലേവും ഹോട്ട് എയർ ഓവനും നമുക്ക് സ്റ്റെറിലൈസേഷന് വേണ്ടി ലബോറട്ടറിയിലെ സ്റ്റെറിലൈസ് അണുവിമുക്തമാക്കേണ്ടതായിട്ടുണ്ട്. കാരണം എക്സ്പെരിമെൻറ്റിന്, അതായത് ബാക്ടീരിയോളജിക്കൽ അനാലിസിസ് തുടങ്ങുന്നതിന് മുമ്പും ബാക്ടീരിയോളജിക്കൽ അനാലിസിസിന് ശേഷം ഉള്ള ബാക്ടീരിയകളെ നശിപ്പിക്കുന്നതിനുമൊക്കെ ആയിട്ടുള്ള അണുനശീകരണത്തിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന 2 ഉപകരണങ്ങളാണ് ഓട്ടോക്ലേവ്, ഹോട്ട് എയർ ഓവൻ എന്നിവ. ഇൻക്യുബേറ്റർ എന്നാൽ ബാക്ടീരിയ കൾച്ചറിന് വേണ്ടിയിട്ട്, നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ TPCയുടെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു ബാക്ടീരിയ കൾച്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻക്യുബേറ്ററിനകത്ത് വെക്കണം. അതായത് ഒരു ബാക്ടീരിയ വളരാനായിട്ടുള്ള എല്ലാ കണ്ടീഷൻസും ക്രിയേറ്റ് ചെയ്യുന്ന ഒരു എക്യുപ്മെൻറ്റ്സിനുള്ളിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതാണ് ഇൻക്യുബേറ്റർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഓരോ ഉപകരണങ്ങളെ കുറിച്ച് നമുക്ക് നോക്കാം. ഇതിൽ ഓട്ടോക്ലേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അതായത് എല്ലാ ബാക്ടീരിയോളജിക്കൽ ലാബുകളിലും സർവ്വസാധാരണമായിട്ട് കാണുന്ന ഒരു സ്റ്റെറിലൈസിങ് എക്യുപ്മെൻറ്റ്സ് ആണ് ഓട്ടോക്ലേവ് എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ സാധാരണ നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന പ്രഷർ കുക്കറിൻ്റെ അതേ ഫംഗ്ഷനാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. സ്റ്റീം ഉപയോഗിച്ചിട്ടാണ് സ്റ്റെറിലൈസ് ചെയ്യുന്നത്. സ്റ്റീം അണ്ടർ പ്രഷർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യുന്നത്, അണുനശീകരണം ചെയ്യുന്നത്. ഇതിനകത്ത് നമ്മൾ ഓട്ടോക്ലേവിൽ സ്റ്റെറിലൈസ് ചെയ്യുന്ന എല്ലാ ഉപകരണങ്ങളിലെയും ഇതിലെ എക്യുപ്മെൻറ്റ്സിൻ്റെയും മറ്റു മീഡിയസിലെയും ഒക്കെ ബാക്ടീരിയയും ഫംഗസും വൈറസും എല്ലാം ഇനാക്ടിവേറ്റഡ് ആയി പോകുന്നുണ്ട്. ഇതിൽ ഈ പ്രധാനമായും ഈ ഒരു ഉപകരണം നിർമ്മിച്ചിരിക്കുന്ന സ്റ്റെയിൻലെസ് സ്റ്റീൽ, കോപ്പർ മുതലായിട്ടുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ്. ഇതൊരു സിലിണ്ട്രിക്കൽ വെസലാണ്. ഡബിൾ വാൾഡ് 2 ഭിത്തികളുള്ള ഒരു സിലിണ്ട്രിക്കൽ വെസലാണത് ഈ ഒരു ഉപകരണം എന്ന് പറയുന്നത്. വലിയൊരു പ്രഷർ കുക്കർ ഇമാജിൻ ചെയ്താൽ മതി. ഇതിന് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ലിഡ് ഉണ്ട്. ലിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അടപ്പുണ്ട്. അപ്പോൾ എന്താണ്, ഒരു സിലിണ്ട്രിക്കൽ വെസലാണിത്. ഇതിന് ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ലിഡ് ഉണ്ട്. ലിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അടപ്പുണ്ട് അതിന്. ഈ വെസൽ ഡബിൾ വാൾഡാണ്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റെയിൻലെസ് സ്റ്റീൽ, കോപ്പർ തുടങ്ങിയ മെറ്റീരിയൽ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ് സിലിണ്ട്രിക്കൽ വെസൽ. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ലിഡ് ഉണ്ട്. ഈ ലിഡ് ശരിക്കും ഒരു സ്ക്രൂ ഉപയോഗിച്ചിട്ടാണ് ഇതിനകത്തോട്ട് ഉറപ്പിച്ച് വെക്കുന്നത്. ഈ ലിഡിനകത്ത് ഒരുപാട് പാർട്സുകളുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്സുകളുണ്ട്. ഇതിനകത്ത് ഈ ഉപകരണത്തിനകത്തുള്ള പ്രഷർ, ടെമ്പറേച്ചർ മുതലായവ അളക്കുന്നതിനുള്ള ഗേജസ് ഉണ്ട്.
കൂടാതെ ഇതിനകത്ത് എക്സോസ്റ്റ് വാൽവ് അഥവാ സ്റ്റീം കോക്ക് എന്ന് പറയും. എക്സോസ്റ്റ് വാൽവ് അഥവാ സ്റ്റീം കോക്ക്, അതായത് ഈ എക്യുപ്മെന്റ്സിന്റെ ഉള്ളിലുള്ള സ്റ്റീമിനെ പുറത്ത് കളയാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു എക്സോസ്റ്റ് വാൽവ് അഥവാ സ്റ്റീം കോക്ക് ഉണ്ട് ഇവിടെ. പിന്നെ ഒരു സേഫ്റ്റി വാൽവ് എപ്പോഴുണ്ട്. സേഫ്റ്റി വാൽവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രധാനപ്പെട്ട ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും അപകടാവസ്ഥ, പ്രഷറാണ്, അതിനുള്ളിൽ പ്രഷർ ബിൽഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ആ പ്രഷർ ബിൽഡപ്പ് ചെയ്യുമ്പോൾ എന്തെങ്കിലും അപകടാവസ്ഥ ഉണ്ടാകുകയാണെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് സേഫ്റ്റി വാൽവ് ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റീമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ സ്റ്റീം എന്ന് പറയുമ്പോഴത്തേക്ക് വെള്ളം ചൂടാകണം. ഈ ഉപകരണത്തിൻ്റെ ഏറ്റവും അടിഭാഗത്തായിട്ട് ഒരു വാട്ടർ ഹീറ്റർ, ഇലക്ട്രിക് ഹീറ്റർ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഇലക്ട്രിക് ഹീറ്റർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വെള്ളം ചൂടാക്കുന്നത്. ആദ്യമായിട്ട് നമ്മൾ ഈ വെള്ളം നിറയ്ക്കുകയും എപ്പോഴും ഈ ഇലക്ട്രിക് ഹീറ്റർ അതിനകത്ത് ഇമേഴ്സ്, വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇലക്ട്രിക് ഹീറ്റർ ഇമേഴ്സ് ചെയ്യത്തക്കത്തിൽ വെള്ളം ഫില്ല് ചെയ്യണം. അപ്പം ഈ ഇലക്ട്രിക് ഹീറ്റർ ഓൺ ചെയ്യുമ്പോൾ വെള്ളം ചൂടാകുകയും സ്റ്റീം ബിൽഡപ്പ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഒരു ഡിസ്ചാർജ് ടാപ്പ് വഴി അതിൻ്റെ ഉള്ളിലുള്ള എയർ, അതായത് ആ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉപകരണത്തിനുള്ളിലുള്ള വെസലിനുള്ളിലുള്ള എയർ മൊത്തം പ്ലെയിൻ എയർ നമ്മൾ തീർച്ചയായിട്ടും അതൊരു ഡിസ്ചാർജ് ടാപ്പ് വഴി കളയണം. കാരണം ആ എയർ നിന്ന് കഴിഞ്ഞാൽ എയർ എക്സ്പാൻഡഡ് ആവും, അത് ഫർദർ വലിയ അപകടത്തിലേക്ക് വരുന്നു. അപ്പോൾ എയർ പൂർണ്ണമായിട്ട് നമ്മൾ റിമൂവ് ചെയ്തതിന് ശേഷം ഡിസ്ചാർജ് ടാപ്പ് വഴി എയർ കംപ്ലീറ്റ് കളഞ്ഞതിന് ശേഷം അത് ക്ലോസ് ചെയ്യുന്നു. പിന്നീടാണ് നമ്മളത് ഫർദർ ഹീറ്റിങ് തുടരുന്നത്. അങ്ങനെ ഇതിനകത്ത് സ്റ്റീം ഫോം ചെയ്യുകയും ആ സ്റ്റീം വന്ന് നിറഞ്ഞ് ആ നല്ല പ്രഷറിൽ, നല്ല ചൂടിൽ എന്താണ് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുള്ള ഉപകരണമാണെങ്കിലും മീഡിയസ് ആണെങ്കിലും റിയേജൻസ് ആണെങ്കിലും വാട്ടർ ആണെങ്കിലും അതെന്താണ് സ്റ്റെറിലൈസ് ചെയ്യപ്പെടും. ദാറ്റ് മീൻസ് അതിനകത്തുള്ള ബാക്ടീരിയകളും ഫംഗസും വൈറസും എല്ലാം ഇനാക്ടിവേറ്റഡ് ആയി പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ സാധാരണ യൂഷ്വലായിട്ട് നമ്മൾ ബാക്ടീരിയോളജിക്കൽ ലാബുകളിലൊക്കെ ചെയ്യുന്ന ഒരു പ്രക്രിയ എന്ന് പറഞ്ഞാൽ ഏകദേശം 15 lbs പ്രഷർ ബിൽഡപ്പ് ചെയ്യുന്ന രീതി. 15 lbs പ്രഷർ, അതായത് 15 pounds പ്രഷർ. അപ്പോൾ ഏകദേശം താപനില 121 ഡിഗ്രി സെൻറ്റിഗ്രേഡ് അതിൻ്റെ ഉള്ളിൽ ലഭിക്കും. ഇതിൽ ഏകദേശം ഒരു 15 to 20 minutes വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനുള്ളിൽ വെച്ചിട്ടുള്ള ഉപകരണങ്ങളും പിന്നെ മീഡിയാസും എല്ലാം അണുവിമുക്തമായിട്ട് നമുക്ക് ലഭിക്കും. അപ്പം എല്ലാ ലാബുകളിലും ഉപയോഗിക്കുന്ന അണുനശീകരണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്. ഇവിടെ പിന്നെ സ്റ്റീം ഉപയോഗിക്കുന്നതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും ഇതിനെ മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ എന്ന് കൂടെ പറയുന്നു. സ്റ്റീം ഉപയോഗിച്ചുകൊണ്ട് സ്റ്റെറിലൈസ് ചെയ്യുന്നതുകൊണ്ട് മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ എന്ന് കൂടി നമ്മൾ ഇതിനെ എന്താ പറയുന്നു, ഈ ഒരു ടൈപ്പ് ഓഫ് സ്റ്റെറിലൈസേഷൻ, മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ എന്ന് കൂടി പറയാം. ലബോറട്ടറി എക്യുപ്മെന്റ്സിൽ ഓട്ടോക്ലേവ് കഴിഞ്ഞാൽ സ്റ്റെറിലൈസേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മറ്റൊരു എക്യുപ്മെന്റ്സ് ആണ് ഹോട്ട് എയർ ഓവൻ എന്ന് പറയുന്നത്. മെയിൻ പർപ്പസ് സ്റ്റെറിലൈസേഷൻ തന്നെയാണ്. ഇവിടെ ഓട്ടോക്ലേവിൽ വെച്ച് എല്ലാ പിന്നെ സാധനങ്ങളും, പേപ്പർ, പ്ലാസ്റ്റിക് മുതലായ വസ്തുക്കളൊന്നും സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള വസ്തുക്കളും പിന്നെ ഗ്ലാസ് വേസും ഒക്കെ ഹോട്ട് എയർ ഓവനിൽ വെച്ചിട്ട് നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യാം. പേര് കേൾക്കുന്ന പോലെ തന്നെ ഹോട്ട് എയർ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ സ്റ്റെറിലൈസ് ചെയ്തിരിക്കുന്നത്. സ്റ്റെറിലൈസേഷന് വേണ്ടിയിട്ട് ഹോട്ട് എയർ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ ഉപകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു എക്യുപ്മെന്റ്സ് ആണ്. ഇത് ഇരട്ട ഭിത്തിയുള്ള ഇൻസുലേറ്റഡ് ആയിട്ടുള്ള ഇരട്ട ഭിത്തിയുള്ള ഒരു ഉപകരണമാണ്. ഇത് ഡോർ ഉണ്ടാവും, ഇതിന് ഉള്ളിൽ ഷെൽഫുകൾ ഉണ്ടാവും. ഈ ഇരട്ട ഭിത്തിയിൽ ഉള്ളിലുള്ള ഭിത്തി നിർമ്മിച്ചിരിക്കുന്ന അലൂമിനിയം അഥവാ സ്റ്റെയിൻലെസ് സ്റ്റീൽ വെച്ചിട്ടാണ്. പുറമേ ഉള്ള ഭിത്തി നിർമ്മിച്ചിരിക്കുന്നത് മൈൽഡ് സ്റ്റീൽ ഉപയോഗിച്ചിട്ടാണ്. ഇവിടെ ചൂട് എയർ സർക്കുലേറ്റ് ചെയ്യണം ഉള്ളിൽ. ഈ ഷെൽഫ് എന്ന് പറയുന്നത്, ഉള്ളിലത്തെ ഷെൽഫ് എന്ന് പറയുന്നത് പെർഫറേറ്റഡ് ആണ്, അതായത് സുഷിരങ്ങളുള്ള ഷെൽഫാണ്. ആ ഷെൽഫിലാണ് നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യാനുള്ള എക്യുപ്മെന്റ്സും വെസൽസും ഗ്ലാസ് വെയേഴ്സും ഒക്കെ നമ്മൾ വെക്കുന്നത് ആ ഒരു പെർഫറേറ്റഡ് ആയിട്ടുള്ള ഷെൽഫിലാണ്. ദാറ്റ് മീൻസ് തന്മൂലം ഈ പെർഫറേഷൻ ഉള്ളത് കാരണം അതിലൂടെ ഹോട്ട് എയർ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇതിനകത്ത് ഇതൊരു പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് ഒരു തെർമോസ്റ്റാറ്റിക്കലി കൺട്രോൾഡ് എക്യുപ്മെന്റ്സ് ആണ്. താപനില നമുക്ക് നിയന്ത്രിച്ച് എത്ര താപനിലയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു നിയന്ത്രണം നമുക്ക് ഇതിന് സാധ്യമാണ്. ഇത് കൂടാതെ ഇതിനുള്ളിലുള്ള താപനില അറിയാനുള്ള തെർമോമീറ്റേഴ്സ് അഥവാ ഡിജിറ്റൽ ആണെങ്കിൽ ഡിജിറ്റലൈസ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലുള്ള താപനില നമുക്ക് തീർച്ചയായിട്ടും അറിയാൻ സാധിക്കും. ഇപ്പം ഇതിനകത്ത് നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യാനുള്ള ഗ്ലാസ് വേസ് വെക്കുക. ഇത് ഉപകരണം ഇലക്ട്രിക് ഹീറ്റർ ഉപയോഗിച്ചിട്ടാണ് ചൂടുവായു ക്രിയേറ്റ് ചെയ്യുന്നത്. ഇലക്ട്രിക് ഹീറ്റേഴ്സ് ഉപയോഗിക്കുന്നു, പിന്നെ ഇലക്ട്രിക് കോയിൽസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതിനകത്ത് താപനില, ഹോട്ട് എയർ ക്രിയേറ്റ് ചെയ്യുന്നത്. ഹോട്ട് എയർ ഇതിനകത്ത് സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്.
ഏകദേശം ഇതിൻ്റെ ഒരു സ്റ്റെറിലൈസേഷൻ ടെമ്പറേച്ചർ 160 മുതൽ 165 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വരെ, ഏകദേശം 60 മുതൽ 90 മിനിറ്റ് വരെ നമ്മളിതിനകത്ത് ഈ ഉപകരണത്തിനകത്ത് നമുക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഗ്ലാസ് വേസ് എല്ലാം സ്റ്റെറിലൈസ് ചെയ്ത് എടുക്കാൻ സാധിക്കും. അപ്പോൾ അത് ഹോട്ട് എയർ ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ പറയാം. ലബോറട്ടറി എക്യുപ്മെൻറ്റ്സിൽ നെക്സ്റ്റ് ഇൻക്യുബേറ്ററാണ്. ഇൻക്യുബേറ്റർ നമുക്കറിയാം, നമുക്കിപ്പോൾ ഫെമിലിയറൈസ്ഡ് ആയിട്ടുള്ളൊരു എക്യുപ്മെൻറ്റ്സ് ആണ് ഇൻക്യുബേറ്റർ എന്ന് പറഞ്ഞത്. ആസ് മെൻഷൻഡ് ഏർലിയർ, ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ബാക്ടീരിയ കൾച്ചർ. ഇത് ബാക്ടീരിയ കൾച്ചറിന് വേണ്ടിയിട്ട് ബാക്ടീരിയ ഇൻക്യുബേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. ഇറ്റ്സ് ഒരു വാം ക്യാബിനറ്റാണ്. ഒരു ക്യാബിനറ്റാണ് ഇത്. ഈ ഒരു ക്യാബിനറ്റിനുള്ളിൽ നമ്മൾ ബാക്ടീരിയ കൾച്ചറിന് ആവശ്യമായിട്ടുള്ള ഓപ്റ്റിമം കണ്ടീഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് ഓപ്റ്റിമം ടെമ്പറേച്ചർ, ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ലെവൽ ജസ്റ്റ് ലൈക്ക് ദ അറ്റ്മോസ്ഫിയർ ഔട്ട്സൈഡ്. പുറമേയുള്ള അറ്റ്മോസ്ഫിയറിലുള്ളതുപോലുള്ള കാർബൺ ഡൈ ഓക്സൈഡും ഓക്സിജൻ ലെവലും നമ്മൾ അവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. നമ്മൾ ഇവിടെ ഹീറ്റിംഗ് കോയിൽസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ താപനില നിയന്ത്രിച്ച്. താപനിലയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകം ഈ ഇൻക്യുബേറ്ററിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇറ്റ്സ് മെയിൻറ്റെയിൻഡ് അറ്റ് 37 ഡിഗ്രി സെൽഷ്യസ് എന്നുള്ള ഒരു ലെവലിലാണ് നമ്മൾ ഇതിനകത്ത് താപനില ഇൻക്യുബേറ്ററിൽ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ബാക്ടീരിയയുടെ ഗ്രോത്തിന് ഏറ്റവും ഓപ്റ്റിമം ആയിട്ടുള്ള ഒരു ഒരു താപനിലയാണിത്. അപ്പോൾ ഇൻക്യുബേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് യൂസ്ഡ് ഇൻ ബാക്ടീരിയോളജി കൾച്ചറിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു. അപ്പം ബാക്ടീരിയ കൾച്ചറിന് ആവശ്യമായ ബാക്ടീരിയ കൾച്ചറിൽ ബാക്ടീരിയ ഗ്രോത്തിന് ഇൻക്യുബേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണമാണ് ഈ ഇൻക്യുബേറ്റർ. മെത്തേഡ്സ് ഓഫ് സ്റ്റെറിലൈസേഷൻ ഇൻ ക്വാളിറ്റി കൺട്രോൾ ലാബ്. സീ ഫുഡ് ഫാക്ടറിയിലെ ക്വാളിറ്റി കൺട്രോൾ ലാബിൽ, അതായത് മൈക്രോബയോളജി ലാബിൽ നമ്മൾ സ്റ്റെറിലൈസേഷന് ഉപയോഗിക്കുന്ന സ്റ്റെറിലൈസേഷൻ രീതികളാണ്. അപ്പോൾ സ്റ്റെറിലൈസേഷൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ഓട്ടോക്ലേവ്, ഹോട്ട് എയർ ഓവൻ മുതലായവ നമ്മൾ സ്റ്റെറിലൈസേഷന് വേണ്ടി ഉപയോഗിക്കുന്ന മറ്റു പല രീതികളുണ്ട്. അപ്പം നമുക്ക് ഏതൊക്കെ മെത്തേഡ്സാണ് സ്റ്റെറിലൈസേഷൻ ഉപയോഗിക്കുന്ന മെത്തേഡ്സിലേക്ക് ആണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. നമുക്ക് പ്രധാനമായും 3 മെത്തേഡ്സാണ് സീ ഫുഡ് എക്സ്പോർട്ടിങ്ങിലെ ക്വാളിറ്റി കൺട്രോൾ ലാബിൽ സ്റ്റെറിലൈസേഷന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ദേ ആർ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ, കെമിക്കൽ സ്റ്റെറിലൈസേഷൻ, ഫിൽട്രേഷൻ. ഈ 3 മെത്തേഡ്സിലാണ് നമ്മൾ സീ ഫുഡ് എക്സ്പോർട്ടിംഗ് ഫാക്ടറികളിൽ സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നത്. ഇതിൽ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ നോക്കാം. ഹീറ്റ് സ്റ്റെറിലൈസേഷൻ പ്രധാനമായും 2 തരത്തിലാണുള്ളത്. ഒന്ന് മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷനും 2 ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷനും. അപ്പോൾ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ എത്ര തരത്തിലുണ്ട്? 2 തരത്തിലുണ്ട്. ഒന്ന് മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷനും 2 ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷനും. ഈ മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ നമുക്കറിയാം, നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി. ഓട്ടോക്ലേവ് എന്ന ഉപകരണത്തിലൂടെയാണ് മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നത്. ഇവിടെ സാധാരണയായി കൾച്ചർ മീഡിയ ഒക്കെയാണ് നമ്മൾ ഈ ഒരു രീതിയിലൂടെ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യുന്നത്. ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ നമുക്കറിയാം, നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഹോട്ട് എയർ ഓവൻ എന്നുള്ള ഉപകരണം ഉപയോഗിച്ചിട്ടാണ്, എക്യുപ്മെന്റ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ. ഹോട്ട് എയർ ഓവൻ എന്ന് പറഞ്ഞാൽ തെർമോസ്റ്റാറ്റിക്കലി കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു മെറ്റൽ ചേമ്പർ ആണ്. അവിടെ അതിനകത്ത് വെച്ചിട്ടാണ് നമ്മൾ സാധാരണ ഈ ഗ്ലാസ് വെയേഴ്സ് എല്ലാം സ്റ്റെറിലൈസ് ചെയ്യുന്നത് ഈ ഒരു രീതിയിലാണ്. ഓക്കെ, ഇനി കെമിക്കൽ സ്റ്റെറിലൈസേഷൻ. സീ ഫുഡ് എക്സ്പോർട്ടിംഗ് ഫാക്ടറികളിൽ സാധാരണയായിട്ട് ഉപയോഗിച്ച് വരുന്ന ഒരു സ്റ്റെറിലൈസേഷൻ ടെക്നിക്സ് ആണ് കെമിക്കൽ സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഡിസിൻഫെക്റ്റൻസ്, ആന്റിസെപ്റ്റിക്സ്, ജെർമിസൈഡ്സ് ആൻഡ് സാനിറ്റൈസേഴ്സ്, ആൽക്കഹോൾസ്, ആൽഡിഹൈഡ്സ് ആർ യൂസ്ഡ്. അതായത് ഈ വസ്തുക്കൾ, ഈ കെമിക്കൽസ് ഉപയോഗിച്ചിട്ടാണ് നമ്മളവിടെ സ്റ്റെറിലൈസ് ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മളെ പ്രോസസ് വാട്ടർ സാധാരണയായിട്ട് സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വിമുക്തമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സോഡിയം ഹൈപ്പോക്ലോറൈറ്റ്സ് ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഓൺ ദ ജോബ് ട്രെയിനിങ്ങിലൊക്കെ പോയപ്പോൾ നമുക്ക് ശരിക്കും സീ ഫുഡ് എക്സ്പോർട്ടിങ്ങിൽ നമുക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ് അവിടെ ഉപയോഗിക്കുന്ന ആൻറ്റിസെപ്റ്റിക്സ് ഒക്കെ ഡിസിൻഫെക്റ്റൻറ്റ് ആയിട്ടുള്ള, കോമൺ ആയിട്ടുള്ള ഡിസിൻഫെക്റ്റൻറ്റിനെ പറ്റിയിട്ടുള്ള. പിന്നെ ഉപയോഗിക്കുന്ന വേറൊരു മെത്തേഡാണ് ഫിൽട്രേഷൻ. ഇത് സാധാരണ ഹീറ്റ് ലെബൈൽ ലിക്വിഡ്സ് സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫിൽട്രേഷൻ ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ മെംബ്രെയിൻ ഫിൽറ്റർ ഉണ്ട്, ആസ്ബസ്റ്റോസ് ഡിസ്ക് ഫിൽറ്റർ ഉണ്ട്. ഇങ്ങനെയുള്ളവ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഫിൽട്രേഷൻ ചെയ്യുന്നത്.
അപ്പം അങ്ങനെ നമുക്ക് 3 തരത്തിലുള്ള സ്റ്റെറിലൈസേഷൻ മെത്തേഡ്സ് ആണ് നമ്മൾ ഇവിടെ സീ ഫുഡ് എക്സ്പോർട്ടിംഗ് ഫാക്ടറിയിൽ നമ്മൾ ഫോളോ ചെയ്യുന്നത്. ദേ ആർ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ, കെമിക്കൽ സ്റ്റെറിലൈസേഷൻ, ഫിൽട്രേഷൻ. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ പിന്നെ ഫിഷറി മൈക്രോബയോളജി എന്നുള്ള ചെറിയ യൂണിറ്റ് ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇനി മൈക്രോബ്സ് ഇൻ പബ്ലിക് ഹെൽത്ത്, ഏതൊക്കെ തരത്തിലുള്ള ബാക്ടീരിയകളാണ് നമുക്ക് സാധാരണ സീ ഫുഡിലും നമുക്ക് ചുറ്റുപാടുമൊക്കെ കാണുന്നത്, ആ ടൈപ്പ് ബാക്ടീരിയയെ പറ്റിയിട്ടുള്ള വിശദമായ ഒരു പഠനം മൈക്രോബ്സ് ഇൻ പബ്ലിക് ഹെൽത്ത് എന്നുള്ള ചാപ്റ്ററിലൂടെ നമുക്ക് വീണ്ടും